ഒരു ഭാഗത്ത് നിന്നുള്ള വിജയമായിരുന്നു, അത് വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളായതുകൊണ്ട് വീണ്ടും അണഞ്ഞതുകൊണ്ട് കത്തുന്നു. ഫയർഫോഴ്സ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ആളമായ മറ്റു പ്രശ്നങ്ങളില്ല. ഈ ബ്ലോക്ക് ഏതായാലും വളരെയധികം കത്തിയത് അണഞ്ഞത് വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം 1 മണിക്കൂറിലധികമായി ഒരു സൈഡിൽ കെടുത്തിയെന്ന് തോന്നുമ്പോൾ ഇപ്പുറത്ത് കത്തും, ഇപ്പുറത്തേക്ക് വീണ്ടും മാറുമ്പോൾ അപ്പുറത്ത് കത്തും. അങ്ങനെ ബിൽഡിംഗ് പൂർണ്ണമായി തന്നെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അങ്ങോട്ട് മുകളിൽ നോക്കിയപ്പോൾ തന്നെ അതാണ് ഫയർഫോഴ്സ് സംവിധാനം കൂടുതൽ വന്ന് രക്ഷാപ്രവർത്തനം ശക്തമായി നടക്കുന്നുണ്ട്. ആവശ്യത്തിലധികം വണ്ടികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്നും ഫയർഫോഴ്സ് വണ്ടികൾ വരാനുള്ള സംവിധാനങ്ങളും പോലീസും നാട്ടുകാരും ഒക്കെ എല്ലാ കാര്യങ്ങളും സജ്ജമായി നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ അണഞ്ഞ സ്ഥലത്ത് വീണ്ടും കത്തുന്നു. പക്ഷെ അതിൽ തന്നെ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഫയർഫോഴ്സ് നീക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് അങ്ങോട്ടാണ് നോക്കുന്നത്. ഈ ഷോപ്പ് കട തുറന്ന് പ്രവർത്തിക്കുക തന്നെ ആയിരുന്നു അല്ലേ ടെക്സ്റ്റൈൽസ്? ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളപായം അല്ലാത്തത് ഇന്നത്തെ ഒഴിവ് ദിവസം ആയതുകൊണ്ടാണ്. വേറെ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. ഏതായാലും അണഞ്ഞ സ്ഥലത്ത് വീണ്ടും കാണുന്നത് ഒരു വിഷമമുണ്ടാകുന്നതാണ്. കൂടുതൽ അപകടത്തിൽ പോകാതിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ, നോക്കാം. ഈ ഫയർ എഞ്ചിനുകൾ കുറവ് 4-5 ഒക്കെ ഉള്ളൂ. ആൾക്കാർക്കും ഇവിടെ ആദ്യമേ എത്തി ആളുകളെ മാറ്റാനൊക്കെ ശ്രമിച്ച ആളുകളെ സംബന്ധിച്ച് അവർക്ക് പരാതിപ്പെടാനുള്ള ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തുന്നത് വൈകിയെന്നാണ്. ഫയർ എഞ്ചിൻ എത്തുന്നത് എന്തെങ്കിലും ഗതാഗത തടസ്സം കൊണ്ടായിരിക്കും. സിറ്റിയിൽ നിന്നും വന്ന ഉടനെ തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വണ്ടികൾ വന്നും കഴിഞ്ഞിട്ടുണ്ട്. നോക്കാം, നമുക്ക് ആ കാര്യങ്ങൾ നടക്കും. അപ്പോൾ നിലവിൽ ഈ നഗരത്തിലേക്ക് വരുന്ന ആളുകൾക്ക്, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും നിർദ്ദേശം നഗരസഭ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ടോ? മെയിൻ സ്വിച്ചുകൾ ഓഫ് ആക്കണം, അങ്ങനെ എന്തെങ്കിലും കടകൾക്കൊക്കെ? ഇല്ല, ഇവിടെയുള്ള സാധാരണഗതിയിൽ അപകടം ഉണ്ടായാൽ KSEB ചെയ്യുന്ന മെയിൻ ഓഫാക്കിയിരിക്കുകയാണ്. ഗതാഗതം കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ബസ് സ്റ്റാൻഡ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഈ കൂടുതൽ ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ട്രാഫിക് ബ്ലോക്കൊക്കെ സിറ്റിയിലേക്ക് വരുത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ ഇപ്പോഴത്തേക്ക് ബസ് ഒന്നും വരുന്നില്ല, പൂർണ്ണമായി ഒഴിപ്പിച്ചു. പ്രവർത്തനം തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. ബസ്സുകളെല്ലാം തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാഫിക് പ്രശ്നം കൊണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന ഇപ്പോൾ ഇല്ല. അതെല്ലാം പോലീസ് കൺട്രോളിൽ നിയന്ത്രിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത്രയും ഗുരുതരമായ അങ്ങനെ ഒരു അവസ്ഥയാണ് കോഴിക്കോട് നഗരത്തിലുള്ളത്. ആ കെട്ടിടം പൂർണ്ണമായി, കോംപ്ലക്സിലെ കെട്ടിടം പൂർണ്ണമായി തന്നെ ഏകദേശം നശിച്ചു നിൽക്കുന്നു. ഡെപ്യൂട്ടി മേയർ പറഞ്ഞതുപോലെ കൂടുതൽ ഫയർ എഞ്ചിനുകൾ സമീപത്തു നിന്ന് മാത്രമല്ല ഇവിടേക്ക് എത്താൻ കഴിയുന്ന പ്രദേശങ്ങളിലൊക്കെയുള്ള ഫയർ എഞ്ചിനുകൾ സ്ഥലത്തേക്ക് വരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ നഗരത്തിലേക്ക് ആളുകൾ, വാഹനങ്ങളൊക്കെ വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റൊരു തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള മറ്റൊരു വലിയ വെല്ലുവിളി, പ്രതിസന്ധി എന്നത് വൈദ്യുതി ബന്ധം തന്നെയാണ്. KSEB എന്തായാലും ഈ മേഖലയിൽ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിവിഷൻ ഫയർ എഞ്ചിനുകൾ കഴിവതും സ്ഥലത്തേക്ക് എത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അങ്ങനെ ആകുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. വളരെ അവസ്ഥയാണ്. വലിയ തോതിൽ തീപിടുത്തമുണ്ടായി, അത് ഇതുവരെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു ടെക്സ്റ്റൈൽസ് കടയിലാണ് ഈ തീപിടുത്തം തുടർന്ന്. വലിയ തോതിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടായിരിക്കണം വലിയ തോതിൽ തീ ആളിപ്പടരുകയാണ്. ഒരു ഭാഗത്ത് കെടുത്തുമ്പോൾ തീ ആളിപ്പടരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്.